പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാം തിരുവചനം. ആ വചനം നമുക്കൊന്ന് ശ്രവിക്കാം. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ട് തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. ചെവികളിൽ അവൻ ആദ്യം തന്നെ വിരലുകൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ നാവിൽ തുപ്പൽ കൊണ്ട് തൊട്ടു. യേശുവിൻ്റെ ഒരു പ്രത്യേകത കണ്ട, യേശുവിൻ്റെ രക്തത്തിന് വിലയുണ്ട്, അവൻ്റെ തുപ്പലിന് വിലയുണ്ട്. അടുത്ത വചനം 34-ാം വാക്യം. യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു. നെടുവീർപ്പെട്ടുകൊണ്ട് യേശു വേദനയോടെ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എഫാഥ, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ കാത് തുറന്നു. യേശുവിൻ്റെ 2 പ്രത്യേകതയും നടക്കുകയാണ്. ഒന്ന്, യേശുനാഥൻ അവൻ്റെ നാവിൽ തുപ്പൽ കൊണ്ട് സ്പർശിച്ചു. 2, അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു. 3, സ്വർഗത്തിലേക്ക് നോക്കി എഫാഥ, തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ഇത് 3 കാര്യങ്ങളും ആ മകനിൽ നിറവേറണം. യേശുനാഥനൊന്നും അസാധ്യമായിട്ടില്ല, എല്ലാം സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.